കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. എന്റെ ചിറ്റപ്പ, എനിക്കിപ്പോഴാ ശരിക്കും ലോട്ടറി അടിച്ചത്. അതെ ജീവൻ സാറേ, സാർ ഇവിടുന്ന് പോകുമ്പോ സാറിന്റെ നാൻസി ഗർഭിണിയായിരുന്നല്ലോ, അവളിപ്പോ പ്രസവിച്ചു. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. എടാ വൃത്തികെട്ടവനെ, ഏതോ ഒരു പാവം പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് നീ ഇവിടുന്ന് മുങ്ങിയതാണല്ലേ. ഇനി ആ കൊച്ചിനെയും തള്ളേ ഞാൻ ചുമക്കണമല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ. നകുല, അതെ, നീ പറഞ്ഞത് ശരിയാ. എനിക്കങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഇനിയിപ്പോ ആരും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കിക്കൂടെ ആ കേസ്? ഒതുക്കാനാ? സാറല്ലേ പറഞ്ഞത് നമ്മുടെ നാൻസി പട്ടി പ്രസവിക്കുമ്പോ ആരോടും പറയരുത്, നല്ല ഇനമാണ്, കുഞ്ഞുങ്ങളെ മുഴുവൻ നമുക്ക് തന്നെ വളർത്തണമെന്ന്? അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. Hi Jeevan. How are you? How do you feel now? ഈശ്വര, പിന്നെ ഇംഗ്ലീഷ്. ഇതേത് അവതാരം? രഞ്ജിനി, മഹേന്ദ്രൻ സാറിന്റെ മോള് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഓഹോ, അത് ശരി. ഹലോ റൺസനെ, എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ബാ ബാ, എത്ര നാളായി കണ്ടിട്ട്. Jeevan? Don't disturb. ഓവറായ എന്തോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചോളും. രഞ്ജിനി, എന്തു പറ്റി? ബാ. എന്നാലും നല്ല ആളാ ജീവൻ, ആരോടും